ഉണ്ണിമുകുന്ദന്റെ പാൻ ലെവലിൽ റീച്ച് നേടിക്കൊടുത്തിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ചിത്രം തന്നെയായിരുന്നു മാർക്കോ എന്ന ചിത്രം. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബ്രൂട്ടൽ ചിത്രം തന്നെയായിരിക്കും മാർക്കോ എന്ന ലെവലിലായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസും തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച് തിയേറ്ററിൽ നിന്ന് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ നേടിയിട്ടുള്ള ഒരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന ചിത്രം. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഒരു ഹയസ്റ്റ് ഗ്രോത്ത് കളക്ഷൻ നേടിയ ചിത്രവും കൂടിയായിരുന്നു മാർക്കോ. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് സോണി ലൈവ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പുറകെ തന്നെ ഈ ഒരു ചിത്രത്തിന് ഒരു ഡിലീറ്റഡ് സീനും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദന്റെ റിയാസ് ഖാന്റെയുമായിട്ടുള്ള ഡിലീറ്റഡ് സീനായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രം അന്ന് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലെ റിയാസ് ഖാന്റെ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ഡിലീറ്റഡ് സീൻ എവിടെയെന്ന്. ആ ഒരു സീൻ OTT വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു സീൻ ഇപ്പോൾ സെപ്പറേറ്റ് ആയി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ പലവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു സീൻ തിയേറ്ററിൽ ഇല്ലായിരുന്നത് നന്നായെന്ന്. കാരണം ആ ഒരു രംഗം മോശമായതുകൊണ്ടൊന്നുമല്ല, ആ ഒരു ചിത്രത്തിൽ മാർക്കോ എന്ന ക്യാരക്ടറിനെ വലിയ രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സീന് ഇല്ലെങ്കിലും വലിയ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഒരു ചിത്രത്തിന് ടീം ചെയ്തതെന്നാണ് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം ഇപ്പോൾ OTT റിലീസ് ആയതോടെ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു ചിത്രം എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം കണ്ടതിലൂടെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ ആ ഒരു ഡിലീറ്റഡ് സീൻ സിനിമയിൽ വേണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.